ചരിത്രപ്രസിദ്ധമായ കൊടുങ്ങല്ലൂർ കോഴിക്കല്ല് മൂടൽ എന്ന ചടങ്ങ് നടക്കുന്നത് മീനമാസത്തിലെ തിരുവോണനാളിലാണ്. ഈ ചടങ്ങിന് പിന്നിലെ ഐതിഹ്യം ഇതാണ്. കുംഭമാസത്തിലെ ഭരണി നാളിൽ ആരംഭിച്ച ദാരികദേവി യുദ്ധം 21 ദിവസങ്ങൾ പിന്നിട്ടിട്ടും ദാരികനെ പരാജയപ്പെടുത്താൻ അമ്മയ്ക്ക് സാധിച്ചില്ല. ഇതിന്റെ കാരണം ചിന്തിച്ച ദേവിക്ക് മഹാദേവൻ തന്റെ അകതാരിൽ ആ രഹസ്യം കാട്ടിക്കൊടുത്തു. ദാരികന്റെ പക്കലുള്ള അതിശക്തമായ മന്ത്രം കൈക്കലാക്കാതെ അവനെ വധിക്കാനാവില്ല. യുദ്ധത്തിന് പോകും മുൻപ് ദാരികൻ ഈ മന്ത്രം തന്റെ പത്നിയെ ഏൽപ്പിക്കുകയും താൻ വരുന്നതുവരെ വ്രതശുദ്ധിയോടെ അത് ജപിക്കണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. ഇതറിഞ്ഞ ദേവി ഒരു വൃദ്ധ ബ്രാഹ്മണ സ്ത്രീയുടെ വേഷം ധരിച്ചു മായായി തിരുവോണ നാളിൽ മനോദരിയുടെ അടുത്തെത്തി. തന്റെ സങ്കടങ്ങളും ദുരിതങ്ങളും പറഞ്ഞ് മനോദരിയുടെ വിശ്വാസം നേടിയെടുത്തു. വൃദ്ധയ്ക്ക് വസ്ത്രങ്ങളും ആഭരണങ്ങളും നൽകാൻ മനോദരി തയ്യാറായെങ്കിലും അമ്മ പറഞ്ഞു, എനിക്ക് ഇതൊന്നും വേണ്ട, മരിക്കാൻ പോകുന്ന എനിക്ക് മോക്ഷം ലഭിക്കാൻ നിന്റെ കാന്തൻ നൽകിയ ആ മന്ത്രം മാത്രം മതി. ഒടുവിൽ രേവതി നാളിൽ മനോദരിയിൽ നിന്നും ദേവി ആ മന്ത്രം കരസ്ഥമാക്കി. മന്ത്രം കിട്ടിയ ഉടൻ ദേവി അപ്രത്യക്ഷയാവുകയും യുദ്ധക്കളത്തിൽ എത്തുകയും ചെയ്തു. മന്ത്രശക്തി നഷ്ടപ്പെട്ട ദാരികൻ പരാജയം മണത്തപ്പോൾ മായായി പത്നിയുടെ അടുത്തെത്തി ചോദിച്ചു, നീ ആർക്കെങ്കിലും മന്ത്രം നൽകിയോ? വൃദ്ധ ബ്രാഹ്മണിക്ക് മന്ത്രം നൽകിയ വിവരം മനോദരി പറഞ്ഞപ്പോൾ വന്നത് സാക്ഷാൽ ദേവിയാണെന്നും തന്റെ മരണം ഉറപ്പായെന്നും ദാരികൻ തിരിച്ചറിഞ്ഞു. തുടർന്ന് അമ്മ ദാരികനെ വധിച്ചു. അമ്മ പോർക്കളത്തിൽ നിന്ന് പെട്ടെന്ന് അപ്രത്യക്ഷയായി ദാരിക പത്നിയുടെ കയ്യിൽ നിന്ന് മന്ത്രം കരസ്ഥമാക്കാൻ പോകുന്നതിനെ സൂചിപ്പിക്കുന്ന ചടങ്ങാണ് കോഴിക്കൽ മൂടൽ. കോഴിക്കൽ മൂടിക്കഴിഞ്ഞാൽ പിന്നീട് ക്ഷേത്രത്തിൽ വെടിവഴിപാട് ഉണ്ടാകുന്നതല്ല, പിന്നീട് ഉണ്ടാകുന്നത് ഭരണി കഴിഞ്ഞ് നടതുറപ്പിനാണ്.